അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉസ്താദ് വീട്ടിലെത്തി. സെമിറ മോളെ, ഇക്ക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ക്ലാസ്. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു അത്. മാഷാ അല്ലാ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ അല്ലാഹു നിങ്ങൾക്ക് പറയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഉസ്താദ് സെമീറയോട് പറഞ്ഞു. സെമീറ, എനിക്ക് വല്ലാത്തൊരു കാര്യം മോളെ പറയാനുണ്ട് നിന്നോട്. അത് ശരിയാണ്, നമ്മുടെയൊക്കെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടവരൊക്കെയാണ്. എൻ്റെയും നിൻ്റെയും മാതാപിതാക്കൾ മരണപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐഷുവിൻ്റെ മാതാവും മരണപ്പെട്ടതാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടെങ്കിലും നമുക്ക് അതിൻ്റേതായ നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യണം. അല്ലാഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഇക്ക, അങ്ങ് എന്ത് ഉദ്ദേശിക്കുന്നത്? അതെ, നീ അന്ന് പറഞ്ഞില്ലേ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട നിൻ്റെ പഴയ ആ ഉമ്മ. അപ്പോഴാണ് സമീർ അത് ഓർത്തത്. അല്ലാ, ശരി തന്നെയാണല്ലോ റബ്ബേ. നോമ്പാണ് വരുന്നത്, അവരുടെ സ്ഥിതിഗതികൾ അതൊന്നും നമുക്ക് അറിയില്ല. കാരണം വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമകരമായ രീതിയിൽ ആളുകൾ ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അവരെ മക്കളെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കും. എൻ്റെ കുട്ടി വരുന്നുണ്ടോ എന്നെ കൊണ്ടുപോവാൻ എന്നുള്ളത്. മക്കളൊക്കെ ഉദ്യോഗസ്ഥന്മാരല്ലേ, അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവരാരും വരില്ല. വീട്ടിലൊരു പഴയ സാധനമായിട്ടാണ് ഉമ്മയെയും ഉപ്പയെയും അവർ കാണുന്നത്. ഷമി, എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴേ നമുക്ക് ഈ റമദാനാകുമ്പോൾ ആരെങ്കിലും ഒരാളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു വൃദ്ധസദനത്തിൽ നിന്ന്. ഷമി, ഇന്നലെ ഒരു വാർത്ത കേട്ടിട്ടോ. ആ വാർത്ത കേട്ടപ്പോൾ വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി ഞാൻ. എന്തേക്കാ ആ വാർത്ത? അതായത് സ്കൂളിൽ നിന്ന് വൃദ്ധസദനത്തിലേക്ക് ടൂറ് കൊണ്ടുപോയതാണത്രേ മക്കളെ. മക്കളെ കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പ്രായമായ മാതാപിതാക്കൾ ഇങ്ങനെ പ്രതീക്ഷയോടെ ആ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പേരമക്കൾ വരുന്നുണ്ടോ, ഞങ്ങളുടെ മക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ. എന്നാൽ അതിനിടയിൽ ഒരു പൊന്നുമോൾ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. എൻ്റെ പിതാവിൻ്റെ മാതാവ്, അതായത് എൻ്റെ വല്യമ്മ ആ ഒരു വൃദ്ധസദനത്തിൽ അവിടെ ഇരുന്ന് കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ശരിക്കും ആ കുട്ടി ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ആ കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. കുഞ്ഞിനോട് പറഞ്ഞത് ഉമ്മമ്മ വിരുന്ന് പോയതാണെന്നാണ്. എന്നാൽ ആ ദയനീയ അവസ്ഥ ആ കുഞ്ഞുമോൾ ആ ഒരു വല്യമ്മയെ കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഉമ്മമ്മ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞു. മാതാപിതാക്കൾ അറിയാതെ കൊണ്ടുവന്നിട്ടതാണ് വൃദ്ധസദനത്തിൽ. അങ്ങനെ ആ മക്കളത് കാണുമ്പോഴേ അവർക്കും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓരോന്നുണ്ടാവുമല്ലോ. കാരണം എന്തൊക്കെ തന്നെ വീട്ടിൽ കാണാത്ത ഉമ്മമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു മോൾക്ക്. പക്ഷെ ഒരിക്കൽ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വീട്ടിലെ ഉമ്മയും ഉപ്പയും അല്ലേ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. റബ്ബേ, അതുകൊണ്ട് തന്നെ ആ പൊന്നുമോൾ ഉമ്മമ്മയെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ആ ഒരു സ്ഥിതി ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ മക്കൾക്കും വരാനുള്ളതാണ്. കാരണം ഈ കുട്ടിക്ക് മാതൃകയായത് ആരാണ്? ഇവരുടെ ഉമ്മയും ഉപ്പയാണ്. ഈ ഉമ്മയും ഉപ്പയും വല്യമ്മയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ടു. ഇനി നാളെ ഈ കുട്ടിക്ക് തോന്നും, എൻ്റെ ഉപ്പയും ഉമ്മയും മാതൃക കാണിച്ചു തന്നാണല്ലോ പ്രായമായി കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിടണം എന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളും വലുതായാൽ അങ്ങനെ കാണിക്കും. കുട്ടികൾക്കതൊരു മാതൃകയാണ്. വൈകാതെ ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഇവിടെ എത്തും. ആ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും സമീറ, എനിക്ക് തോന്നിപ്പോവുകയാണ്, നമുക്ക് ആരെങ്കിലും മോചിപ്പിക്കാനെന്ന് കഴിഞ്ഞെങ്കിൽ, അവർക്ക് ചിലവിന് കൊടുക്കാനും അവരെ നോക്കുവാനും സംരക്ഷിക്കുവാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത്. നിൻ്റെ ഉമ്മ എന്ന് പറയുന്ന നിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ഉമ്മ. ശരിക്കും സമീറ കരഞ്ഞു പോയി. ഉസ്താദേ, സത്യമായിട്ടും ഞാൻ ആഗ്രഹിച്ചതായിരുന്നു നമുക്ക് മോചിപ്പിക്കാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. സമീറ, ഈ ഒരവസ്ഥയിൽ എൻ്റെ പെണ്ണിന് കഴിയും അവരെ നോക്കാനൊക്കെ. അതിനെന്തായിക്കാ, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നോക്കണം.
അവരുടെ വീട്ടുകാർ, അവർക്ക് മക്കളുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പല കേസ് കൊടുത്താലോ? എന്നാൽ അത് കേട്ടപ്പോൾ സമീറാക്ക് ഭയം തോന്നി. എങ്കിലും പറഞ്ഞു, ഉസ്താദേ എനിക്ക് സമ്മതമാണ്, ആ ഉമ്മയെ ഞാൻ നോക്കിക്കോളാം. എന്താ, എൻ്റെ ഉമ്മയെ പോലെ തന്നെയല്ലേ, പാവമാണ്, അവിടെ കിടന്ന് നിറയിക്കുന്നത് കാണാൻ വയ്യ, നമുക്കൊന്ന് കാണാൻ പോകണം എന്തൊക്കെ തന്നെയായാലും. എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതെ, പറ്റുമെങ്കിൽ അവരെ ഇങ്ങ് കൂട്ടിയിട്ട് വരണം. എന്നാൽ ഉസ്താദിനെ ആ കാര്യത്തിൽ മാത്രമായിരുന്നു ടെൻഷന്. മക്കളുണ്ട് 3 പേര്, ആ 3 പേരും കൂടെ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കും എന്ന് കരുതി. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ അതാ റാഹിലയും ഷെറീനയും അന്ന് നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. ഇതെന്താ ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിക്കണല്ലോ? 2 ഭാഗത്തത്തെ ഗേറ്റും പൂട്ടിക്കണം. അടുക്കള ഭാഗത്തത് ചാരിയിട്ടുള്ളൂ. മുന്നത്തതൊക്കെ പൂട്ടിക്കണല്ലോ. ഇവരിപ്പോൾ എവിടെ വിരുന്ന് വയ്ക്കണോ? ദുബായ്ക്കേറ്റ് പോയോ ഇവര്? അറിയില്ല. അവർ 2 പേരും വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി നടന്നു. നേരെ ജമീല താത്തയുടെ അടുത്തേക്കൊന്നും പോകാതെയായിരുന്നു നേരെ ഇങ്ങോട്ട് വന്നത്. താത്ത, ഐഷുമേ, ഐഷുമാ, എന്താണിത്? ഇല്ലട്ടോ, പോയിക്കണ്. ഒന്ന് വാതിൽ തള്ളിയൊക്കെടി, അടുക്കള ഭാഗത്ത് വാതിൽ തള്ളിയൊക്കെ. ഇതൊക്കെ ഉള്ളിക്ക് പൂട്ടിക്കണ വാളെ, ഇതൊന്നും കിട്ടൂല. അത് ശരി, എന്നാൽ ഞാൻ ഇവിടെ നോക്കട്ടെ. ഇല്ലട്ടോ, ഒക്കെ ലോക്കാണ്. കാര്യമില്ല. അല്ലാത്തൊരു പുതുമ. ഞാനിപ്പോൾ നനച്ചുള്ളിപ്പഴൻ്റെ എടുത്തുകാണ്ട് കുറച്ച് പൈസയും വാങ്ങി പോയരച്ച് വന്നതാണ്. ഏതായാലും മാണ്ടിയില്ല. ഞമ്മക്ക് ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കിയാലോ? മിറ്റൊക്കെ ഒന്ന് അടിച്ചോരിക്കാണ്ട് ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കി പുറമൊന്ന് കാണുന്നോടൊക്കെ നന്നാക്കാം. നന്നായിക്കാണ്ട് നമുക്ക് ഇനി നമ്മൾ പണി എടുത്തേക്കണ്, പൈസ നിങ്ങൾ തരീന്ന് പറഞ്ഞാൽ മതി. പറയേണ്ട ആവശ്യമൊന്നുമില്ല, പൈസ ഒക്കെ തന്നോളൂ. എൻ്റെ പൊന്നാര താത്ത, നിങ്ങൾ എന്തീ പറയണത്? അതൊക്കെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ? ഓരെവിടെ, ഏതാ, എന്താ അറിയാതെ നമ്മൾ എന്ത് വിചാരിച്ചു കണ്ട? പോയി നോക്കട്ടെ ഉമ്മാൻ്റെ അടുത്തേക്ക്. അല്ല, ഇവിടെ ഇപ്പം ആരുമില്ല. എടി റായില, നമ്മളിപ്പം തന്നെ പോണോ? ഇവിടെ നോക്കത്രങ്ങാനും സാധനം പുറത്ത് കിടക്കണ്. എന്തിനാ താത്ത അതൊക്കെ നിങ്ങൾക്ക്? അല്ലേ, നല്ല നല്ല സാധനങ്ങൾ, നല്ല ചട്ടിയും പാത്രയും കുടുക്കൊക്കെ ഉണ്ട്. നല്ല വിലപ്പിടിപ്പുള്ള അൽമണി കുടുക്കയും അതേപോലെ ചെമ്പിൻ്റെ കഥ ഇവിടെ മറ്റേ അതുണ്ടല്ലോ, ഭൂഷണ ഒരു സാധനമില്ലേ, അതൊക്കെ വെക്കാം. നല്ല ചോറ് വാർക്കണ പാത്രവും നല്ല മറ്റേ പിച്ചളൻ്റെ കിണ്ടിയും അതുപോലെ പണ്ടത്തെ കുറേ കോളാമ്പിയാളോ, അതൊക്കെ ഈ പുറത്തെ 10,000 വെച്ചിട്ടുണ്ട്. ഇന്നാളെ എനിക്ക് കുറേ കാണിച്ചു തന്നിനോ. ഞാൻ ചോദിച്ചതിനുള്ളിൽ എന്താ അപ്പോൾ പറഞ്ഞു, അതൊക്കെ പണ്ടത്തെ വല്യമ്മയൊക്കെ ഉപയോഗിച്ചതിൻ്റെ കുറേ പിച്ചളൻ്റെ പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ് പറഞ്ഞു. ഇനി പോലെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഓൾക്ക് ഇപ്പോൾ എന്തിനാ അത്? അല്ല താത്ത, എന്തിനാണ് നിങ്ങൾക്ക് പിച്ചളൻ്റെ ചെമ്പും പാത്രം കുടിക്കൊക്കെ? അതൊക്കെ എന്തിനാ? അല്ല, ഞാൻ പറയും, വിറ്റാ നല്ല കണ്ടമാനം കായിട്ടും. ഇപ്പം ഏതായാലും പൊന്നിന് പെരുത്ത് വരല്ലേ, ഇപ്പോൾ വെള്ളിക്കും ഇതൊക്കെ കൂടി വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു ലോഹം തന്നെയല്ല ഇപ്പോൾ ഇതും, ഈ ചെമ്പ്. എന്തായാലും വേണ്ടിയില്ല. പുറത്ത് കിടന്നിരുന്ന ആ ഒരു 10,000, അതെ, ആ ഷീറ്റിൻ്റെ ചുവട്ടിലായിട്ട് അടുക്കള ഭാഗം ഫുള്ള് ഷീറ്റിട്ടിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു 10,000 ഉണ്ട്. ഇങ്ങോട്ട് നോക്കടി, ഇതിൻ്റെ ഒരു എകരം കണ്ട, എന്താ എകരം. പണ്ടത്തെ കാലത്തൊക്കെ ഇതിൽ നെല്ലിട്ട് വെച്ചിരുന്നല്ലോ. ഇവല് ഈ കുറേ നെല്ലും കൃഷിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഇതിൽ നെല്ലിട്ട് വെക്കും. എന്നിട്ട് അങ്ങനെ എടുക്കലൊക്കെ തന്നെയാണ്. എന്താ എകരല്ലേ, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാനോ. ഇനി താത്തങ്ങൾ തുറന്നു നോക്കാനും നിൽക്കണ്ട. അതിനിപ്പോൾ എന്താ തുറന്നു നോക്കണമെന്ന്, പിന്നെ പൂട്ടൊന്നുമില്ല. എന്താടി ഇതിൻ്റെ ഒരു കന അവിടെ ഒക്കെ. എൻ്റെ റബ്ബേ, ഇത് ഒരാൾ പിടിച്ചാലൊന്നും പൊന്തൂല മോളെ. എൻ്റെ പൊന്നാര താത്ത, അതങ്ങനെ ഒന്നുമില്ല, അതിൻ്റെ ടെക്നിക്കൊക്കെ ഉണ്ടാവും. എന്തൊരു കനുള്ള, അത് കള്ളന്മാരൊക്കെ വന്ന് പെട്ടെന്ന് തുറന്നെടുക്കാതൊക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിച്ചുറപ്പുള്ളൊരു മൂടി. എൻ്റെ റബ്ബേ, വലിയൊരു 10,000 വില. ഇത് തുറന്നു നോക്കാം. പിടിച്ച് അല്ലാ, കണ്ടാ? എൻ്റെ റബ്ബേ, എന്താണിതോ? അല്ലാ, എന്താണ് ഇതിലൊക്കെ? പഠിച്ചോനെ, താത്ത ആരെങ്കിലും കാണും? നിങ്ങൾ എന്തീ കാട്ടണത്? ഓലെ 10,000 തുറക്കാൻ പോയിക്ക നിങ്ങൾ? എടി റായിലയുമുണ്ടല്ലേ, എനിക്കൊന്നും അറിയില്ല. കുറച്ചൊക്കെ നമ്മൾ അതിനനുസരിച്ച് കളിച്ചാലേ നമ്മളെ കയ്യിൽ കുറച്ചുണ്ടാവുള്ളൂ. പൊന്നാര താത്ത, പണി കിട്ടിയത് നിങ്ങൾക്ക് അറിയില്ലേ? ആ സ്വർണ്ണം എവിടെ? അന്ന് ഇവിടുന്ന് കട്ടുകൊണ്ടുപോയ ആ ഒരു സ്വർണം, അത് എവിടെ?
അത് അവിടെ കുഴിച്ചിട്ട് ഒളിപ്പിച്ചിട്ട് ഇപ്പോൾ കാണാനില്ലതായില്ലേ. എന്നിട്ട് നമ്മൾ കുറേ നമുക്ക് പണി കിട്ടിയില്ലേ, ആ വീട് ആ തൊട് മുഴുവൻ നമ്മൾ കൊത്തി കളിച്ചുണ്ടാക്കിയില്ലേ. ഇപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വാണിങ് വരുന്നുണ്ട്, വേഗം സ്വർണ്ണം ഹാജരാക്കാൻ പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ എന്തിനുള്ള പരിപാടിക്ക് നിൽക്കുക? മിണ്ടരുത്. അതങ്ങനെയൊക്കെ കേസ് തേഞ്ഞു മാഞ്ഞാൻ പോയിക്കോളും. നമുക്ക് കിട്ടാനുള്ളത് കിട്ടാൻ പറ്റും, നമുക്ക് ജീവിക്കേണ്ട ഇവിടെ. നല്ല നല്ല ചെമ്പിൻ്റെ പാത്രങ്ങളാണ് ഈ ഒരു പത്തായം നിറച്ചുള്ളത്. ഇത് കുറച്ചെടുത്തിട്ടേ അങ്ങോട്ട് വിറ്റാലേ ഞമ്മക്കുള്ള ചിലവിനുള്ള അത്യാവശ്യം കിട്ടും. താത്ത ഞാൻ ഇല്ല ഇനി നിങ്ങളീ പരിപാടിക്ക്. നിങ്ങൾ നല്ല സാധനം തന്നെയാണല്ലോ. പിന്നെ പൈസ കിട്ടുമ്പോൾ കുറച്ച് തരുമോ താത്ത, കുറച്ച് തരുമോ താത്ത എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അന്നെ ഒഴിവാക്കിയേ കെട്ടിയോൻ്റെ അടുത്ത് കണ്ട് പോണ്ടിരിക്കും. ആ ചങ്ങാനെ കുറിച്ച് എന്നോട് പറയണ്ട. എൻ്റെ മോളിപ്പോൾ ഏതായാലും പോയില്ലേ അങ്ങോട്ട്. ഉമ്മാൻ്റെ അടുത്ത് പൈസക്കില്ലഞ്ഞാലേ അതെ മക്കൾ പോകും. മക്കൾ പിന്നെ ഉമ്മാൻ്റെ ഒപ്പം നിൽക്കൂല, അവരൊക്കെ പോണ വൈക്ക് അങ്ങോട്ട് പോകും. ഇപ്പം എന്തായി, എൻ്റെ കെട്ടിയോൻ്റെ പുതിയ പെണ്ണിൻ്റെ ഒപ്പമാണ് പോലും നിൽക്കണത്. മോളും എൻ്റെ അടുത്തുനിന്ന് പോയില്ലടി. താത്ത എന്നാൽ എനിക്ക് പേടിയാണ്, ഞാൻ അതിനൊന്നും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞമ്മക്ക് വിളിച്ച് പറയാം താത്ത ഞങ്ങളിവിടെ നനച്ചുള്ളി എടുക്കുന്നുണ്ടെന്ന് പറയാം. എന്നാൽ അതിന് പ്രശ്നമില്ലല്ലോ, എന്നാൽ ഒരു കുഴപ്പമില്ല. മറ്റേതിപ്പോൾ ഈ ഒരു പത്തായത്തുനിന്ന് സാധനം കൊണ്ടുപോയി അരച്ചിക്കണ്ട് ഇവിടെ ആരും അറിയില്ല. CCTV ഉണ്ടോ നോക്കി താത്തങ്ങൾ ആദ്യം പോയിക്കാണ്ട്. പെട്ടെന്നാണ് ഷെറീനെ മുകളിലേക്ക് നോക്കി, ഈ ഭാഗത്തില്ലല്ലോ, ഇതിനൊക്കെ ഫ്രണ്ടിലാണ്, അവിടെ നിന്ന് വെച്ച് പോയത് ഞാൻ കണ്ടീനോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു പത്തായത്തത്തെ ഇത് നമ്മൾ എടുത്തു കൊണ്ടുപോയി കുറച്ച് വിറ്റാലും ആരും അറിയാനും പോകണില്ല. ഇവിടെ അത്ര പാത്രങ്ങൾ ഉണ്ട് അതിനുള്ളിൽ. പുറത്ത് വെച്ചിട്ടുണ്ടതിനാ ഓൾക്ക് ആവശ്യമില്ലായിട്ടാണ്. അങ്ങനെ ഇതുള്ളവരാണെങ്കിൽ ഔത്തിടൂലേ. അപ്പോൾ ഓൾക്ക് അത്ര സ്വത്ത് മുതലൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പൊന്നാര താത്ത നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ, നനച്ചുള്ളിപ്പള്ളി എടുക്കാൻ. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു സാധനം കാണുമ്പോഴത്തിന് നിങ്ങളെ മനസ്സ് മാറുകയാണെങ്കിൽ ഇനി എന്നെ കൊണ്ടാവില്ല ജയിലിൽ പോയി കിടക്കാനൊന്നും. എങ്ങനെയൊക്കെ ഇറങ്ങിയതാണ് എനിക്കറിയില്ല, ഇനി ആവില്ല എന്നെക്കൊണ്ട് സത്യമായിട്ടും. റാഹിൽ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഷെറീനക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇപ്പോൾ റമദാൻ മാസമായിട്ട് നന്നാവാനും നോക്കണ്ട അത്ര. താത്ത എനിക്ക് പേടിയാണ് ഇനി നിങ്ങളിപ്പം കൂടാൻ. അതെ അന്ന് നിങ്ങളെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ സ്വർണ്ണം എടുത്തത്. അത് ഐഷും അങ്ങനെ അറിഞ്ഞിക്കുകയാണെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല തോണ്ടിപ്പോഴും. അറിയാതൊക്കെ അല്ലേ, അതൊക്കെ അതിനെ ഇഷ്ടംപോലെ ഇനിയും കിട്ടുന്നുണ്ടാവും. പഴയതൊന്നും നോക്കലുണ്ടാവില്ല. അതേ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് എന്തെടുത്താലും ആരും അറിയാൻ പോകണില്ല എന്നുള്ളത്. ഒന്നും അറിയില്ല. വേണ്ട താത്ത ഇനിയും ഞാനില്ല, എനിക്കിതിനെ ആവൂല, ഇനി ആവൂല. കാരണം നമ്മളിവിടെ നല്ല രീതിയിൽ മാന്യമര്യാദയിൽ പണിയെടുത്തിട്ട് പൈസ ആയിട്ട് പോകണമെങ്കിൽ പോവാം. എടി റായില, എനിക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? അപ്പം കുറച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, എന്നെങ്കിൽ തന്നെ ഒക്കെ ശരിയാവുള്ളൂ. താത്ത നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളി, ഞാൻ പോവാണ്. എടി റാഹില, അന്നെ വിശ്വസിച്ച് കൂടെ കൊണ്ടുവന്നിട്ട് ഇജെന്താ പാതി വഴിയിൽ വെച്ച് വാക്ക് മാറുകയെ? അതിന് ഞാൻ നിങ്ങളെ കൂടെ വന്നത് അതിനൊന്നല്ലല്ലോ, ഞാനിവിടെ എൻ്റെ ജോലിക്ക് വേണ്ടി വന്നതല്ലേ, അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അത്ര നല്ല ആളാവൊന്നും വേണ്ട. ആ കണ്ട സ്വർണ്ണം മുഴുവനും എടുത്ത ഇജാണ്, ഇജെടുത്തിട്ടാണ് എന്നെ ഏൽപ്പിച്ചത്. ആ ഇജ് മറക്കണ്ട. ഇപ്പം അത്ര നല്ല ആളാവണ്ട. നീയാണ്, നിൻ്റെ കൈ കൊണ്ടാണ് അതൊക്കെ എടുത്തത്, എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിപ്പോൾ എവിടെ പോയിക്കാണ്ട് ഇതാക്കുകയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എടുത്ത് ഈ തന്നെയാണ്, വേറെ ആരുമില്ല. ഞാനായിട്ടെന്നെ അങ്ങ് രക്ഷിച്ച് കൊണ്ടെടുക്കുകയാണ്. എന്നാൽ റാഹില അവിടുന്ന് ഞാൻ പോവാൻ എന്നെ കൊണ്ടാവില്ല, ഇത് എന്നും ഇതൊക്കെ കക്കാനും മോഷ്ടിക്കാനും നടക്കുക. എന്താപ്പോൾ ഇത് മരിച്ചു പോകണ്ടേ? ഓ നല്ല ആളേക്കണല്ലേ, എന്താപ്പോൾ ഇത് സംഭവം? എന്തോ ഒന്ന് പെട്ടക്കണല്ലോ. ഷെറീന അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു, അല്ല താത്ത, ഓരോ ഉസ്താദ്മാരുടെ പ്രഭാഷണം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഏത് ഉസ്താദിൻ്റെ പ്രഭാഷണം അടിച്ച് കേട്ടത്? അതൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു ഉസ്താദ്. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പ്രഭാഷണം, ഞാൻ എൻ്റെ പ്രഭാഷണം ഒന്ന് കേട്ട് നോക്കി, അപ്പോൾ എനിക്കൊന്നും വേണ്ടില്ലെന്നായിപ്പോയി. ഓ മനസ്സിലായി, വെറുതെ അല്ല. അപ്പോൾ ഈ ആ ഒരു സമീറാൻ്റെ രണ്ടാം കെട്ടുകാരൻ്റെ പ്രഭാഷണം കേട്ടേക്കണ് ഉസ്താദിൻ്റെ അല്ലേ? അതല്ലേ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സ് മാറിയത്? താത്ത അത് നല്ല, അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അതുകൂടെ കേട്ടപ്പോൾ നമ്മൾ ഈ മോഷ്ടിച്ച് വെച്ച സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പരലോകത്ത് നമ്മൾ അതുമായി പോകേണ്ടി വരുമല്ലോ.
അത് അതൊരു സ്വർണ്ണമാണെങ്കിലും ഇനിയിപ്പോൾ അതല്ല എന്തെങ്കിലും ഒരു വസ്തുക്കളാണെങ്കിലും നിങ്ങൾക്ക് ഈ ചെമ്പായിട്ട് വരേണ്ടി വരും. ഓ ഞാനിപ്പോൾ ഈ ചെമ്പും കിണ്ടിയും ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചോടെ വന്നുകൊണ്ട് ഇതിനൊന്ന് സഹായിക്കാൻ വന്നാൽ മതി. ഓ ഒരു ദീനിയായ പെണ്ണയിക്കണിപ്പജ് പെട്ടെന്ന് ഇങ്ങോട്ട് താത്ത ഇജ്ജിപ്പോൾ എത്ര വലിയ ദീനിയായി നടന്നിട്ടൊന്നും കാര്യമില്ല. ഇജ്ജ് കട്ടത്ര ഇവിടെ ആളും കട്ടിട്ടില്ല. അതൊക്കെ ഞാൻ പഠിച്ചവനോട് പൊറുക്കെല്ലാം തേടിയിട്ട് ഞാൻ ഐഷുമാനോട് പറഞ്ഞോണ്ട് എടി പെണ്ണേ നിനക്കുണ്ടല്ല പിന്നെ ഈ വീട്ടിലേക്കുള്ള എല്ലാ സകല വരുവാണ് നിൽക്കേണ്ടി വരും. ആ ഇജ്ജ് ഓരോന്നും കൊളാക്കാൻ നടക്കല്ലേ. എന്താന്നില്ലേ ആ സ്വർണ്ണം എവിടെ ചോദിച്ചിട്ട് എടുത്തു കൊടുക്കുമോ? പറയും ഇത് എടുത്തു കൊടുക്കുമോ? എവിടെയായിരിച്ച് നിൽക്കണേ? എനിക്ക് നല്ല ബലമായ സംശയം ആ ഒരു സെമീറെങ്ങാനും കട്ടുകൊണ്ടേക്കണോ എന്നുള്ള. താത്ത വെറുതെ നമ്മൾ ഓരോന്ന് ചിന്തിക്കാത്തൊന്നും പറയാൻ നിൽക്കണ്ട. അതും കൂടി നമ്മളെ തലയിലാകും. അതും കൂടി നമുക്കിത് എഴുതും. ഇജിപ്പോൾ കുറച്ച് അത്യാവശ്യം പഠിച്ചിക്കണില്ലേ? എവിടുന്നപ്പോൾ ഇത് ക്ലാസ് കേട്ടിട്ടുണ്ടോ? ക്ലാസ്സിനോയോ? എന്തായാലും ക്ലാസ് കേൾക്കാനൊന്നും പണിയൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ ഇനി മോഷ്ടിക്കാനില്ല. റാഹില അത് തികച്ചും മുറിച്ചു പറഞ്ഞു. എന്നാൽ അതേ അങ്ങനെയാണ് ജിൻ്റെ ഇപ്പോൾ കൂടും വേണ്ട. എനിക്ക് 5 പൈസയും തരൂല. ജി നോക്കിക്കോ. ജി എൻ്റെ കള്ളുടേനായ ആങ്ങളുടെ അടുത്ത് കണ്ട് ചെല്ല്. ഓനക്ക് തരും നല്ലോണം നക്കാൻ. അവിടെ ചെന്നൂട്. ശരിക്കും റാഹില കരഞ്ഞു പോയി അത് പറഞ്ഞപ്പോൾ. ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പോകുന്നത്. ഇപ്പോൾ ഭർത്താവ് വേറെ പെണ്ണും കെട്ടി കുട്ടിയും പോയി. ഇപ്പോൾ എന്താ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയായി. ജങ്ങോട്ട് ചെന്നൂട്. താത്ത ഇനി ഒരിക്കലും എന്നെ കൊണ്ടാവില്ല മോഷ്ടിക്കാറൊന്നും. ഇനി മതി. അങ്ങനെ കട്ട് കൊണ്ടുവരുന്നേ പൈസ തിന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഒക്കെ നരകത്തേക്കുള്ള ചോരയായിരിക്കും. ഷെറീനയോട് റാഹില പറഞ്ഞപ്പോൾ ഷെറീനക്ക് ദേഷ്യം വന്നു. എടീ അനക്കേം വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ സമ്പാദ്യം കൂടി ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. അവിടെ നിൽക്ക് അനക്കാൻ തരാം. എന്നാൽ ജ്യേഷ്ഠത്തിയെ പേടിച്ചുകൊണ്ട് അതേ ഒക്കെ ഞാൻ ഐഷുമാനോട് പറയും. ഒക്കെ ഈയാണ് ഇവിടെ പണിക്ക് വന്നതും ഇവിടുന്ന് സ്വർണ്ണം എടുത്തതൊക്കെ ഞാൻ പറയും. താത്ത ദയവായി ഞാനത് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഞാൻ തന്നെ പറയും. എന്തുകൊണ്ട് എൻ്റെ പേരിൽ ഒരു കേസ് പുതിയതാണ് ഉണ്ടാക്കും. എന്നാൽ റാഹില പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് ആ വീട്ടിൽ നിന്ന്. അത് ഇറങ്ങിപ്പോയി. അതിലേക്ക് ഇറങ്ങിപ്പോയില്ല. നന്നായിട്ടുണ്ട് കാണും CCTV. എന്നെ പിടിക്കാൻ നിൽക്കണ്ട. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. അവൾ നേരെ തിരിച്ച് അതാ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ജമീല താത്തയുടെ ആരെയും വരുന്നു? റായിലേ? അല്ല നിങ്ങളിപ്പോൾ എന്താ അവിടുന്ന് വരുന്നേ? എവിടെ എൻ്റെ താത്ത ഇപ്പോൾ ഇവിടെ നിൽക്കലില്ലല്ലോ. കുട്ടികളെ നോക്കി പൊന്നാര പഠിപ്പം ഞാൻ മടുത്തേക്കണ്. ഇനി പിന്നെ കൊണ്ട് കഴിയൂലോ. ഇനി നോമ്പൊക്കെയാണ് വരണത്. ഒന്നുമില്ലെങ്കിൽ അറ്റങ്ക് വെച്ചുണ്ടായി കൊടുക്കണ്ടേ. ഓളിവിടെ നിൽക്കൂരല്ലോ. പറഞ്ഞിട്ട് എന്താ കാട്ട്. എൻ്റെ മോന് റഷീദിൻ്റെ കയ്യിൽ എല്ലില്ലായിട്ടെന്നൊക്കെ എല്ലാവരും വിചാരിക്കും. എത്ര വിചാരിച്ചു ഈ പറഞ്ഞേക്കാതെ പെണ്ണുങ്ങളങ്ങനെ പിടിച്ചു വെക്കുക. എന്താ റാഹില എൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം? അല്ല എൻ്റെ താത്ത എവിടെ? താത്താക്ക് കൊണ്ട് വരേണ്ട കൂട്ടുന്നില്ലേ? എന്നാൽ പിന്നാലെയായി ഷെറീന. എന്താ ഓളവിടെ നിൽക്കണേ? നിങ്ങളെന്തിനാ അങ്ങോട്ട് പോയിൻ്റെത്? ഉമ്മ ഞങ്ങളവിടെ നനച്ചിൽ പണി ഉണ്ട് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഓലാരും അവിടെ ഇല്ലേ? ഓലിപ്പോൾ എവിടേക്ക് പോയി? അതിന് ഒച്ചപ്പാടും ബഹളൊന്നും കേട്ടിട്ടില്ല. ഞാനവിടെ പോയിട്ടുമില്ല. എവിടേക്ക് പോയത് എനിക്കറിയില്ലല്ലോ. അപ്പോഴാണ് ജമീല താത്ത അവരവിടെ ഇല്ലാത്ത കാര്യം അറിഞ്ഞത്. ഒരുപക്ഷെ ജമീല താത്ത ഇല്ലാത്തതും വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ നവാസിൻ്റെ കുട്ടിയെ തിരഞ്ഞു പോയതാണെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ഷെറീന അത് നേരെ അവളുടെ വീട്ടിൽ പോയി പറയാനും ചാൻസ് ഉണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മടിച്ച് ഷെറീന അങ്ങോട്ട് വന്നു. എന്നാൽ ഉമ്മ എൻ്റെ പൊന്നാര ഷെറീന ഇജ് എന്താ അങ്ങോട്ട് വരാത്തത്? 1-2 ദിവസം നല്ലല്ലേ ഇജ് പോയിട്ടായത്. ഈ കുട്ടികളെ വിട്ടുകൊണ്ട് പോകാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരുന്നത്? അതെ ഞാനൊരു കോഴ്സിന് ചേർന്നിക്കണ്. എനിക്കത് പഠിക്കണം. അത് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആവണം. അല്ലാതെ ഈ അടുക്കളയിൽ കിടന്ന് നിരങ്ങിയാലേ എൻ്റെ നാളത്തെ ജീവിതം പോക്കാണ്. ഇവിടെ ഈ തീയും പുകയും കൊണ്ട് കളയാനുള്ളതല്ല എൻ്റെ ജീവിതം. ഞാനേ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ചെയ്തതിൻ്റെ ശേഷമാണ് എൻ്റെ ബാക്കിയുള്ള ഇതെനിക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതിനും വേണ്ടി കുറച്ച് പഠിക്കണം. അതിനും വേണ്ടി പോവാണ് ഞാൻ. എന്ത് കോഴ്സാണ് ഇപ്പോൾ ചെയ്യണത്? എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കി ഇവിടെ നിന്നൂടെ? എൻ്റെ കുട്ടികളെ മക്കളൊന്നും വേണ്ട. എന്തിനു വേണ്ടിയിട്ടാണ് ഇജ്ജ് പോണത്? നിങ്ങളോട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. കുറച്ച് പൈസ ഉണ്ടാക്കണം. അതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. പുത്തൻ വീട് തറവാട്ടിൽ എത്തി എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൈസയൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവിടെ ആളുമില്ല. അനക്കിപ്പോൾ എന്തിനാ പൈസൻ്റെ ആവശ്യം? അത്യാവശ്യം എൻ്റെ മാപ്പിളനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ നയിച്ചുകാണ്ട്. ഓൻ പറഞ്ഞ് കേൾക്കൂല. ആണുങ്ങൾ പറഞ്ഞ് കേൾക്കാൻ ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അതേ, നിങ്ങൾ എന്നോട് കൂടുതൽ ഇളകണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തത്. ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അടങ്ങി ഒതുങ്ങി പെരയെ നിൽക്കാലോ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഓൻ കൊടുന്ന് തരൂലേ. നീ പെണ്ണുങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പൈസ ഉണ്ടാക്കാൻ നടക്കണത്? പുറത്തൊക്കെ പോയിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യം അങ്ങ് തിന്നാനും കുടിച്ചാലും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് എനിക്ക് പോരാഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ, നിങ്ങളോട് വല്ലാതെ ഞാൻ മിണ്ടണ്ട. ഇങ്ങോട്ട് പൈസൻ്റെ കുറച്ചും എടുത്താണെന്നാൽ പെണ്ണുങ്ങളായാലും വേണം കയ്യിൽ കുറച്ച് പൈസ. ഇത് ആണുങ്ങളോട് തരുമോ 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 എന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കുക. റീചാർജ് ചെയ്ത് തരുമോ, അത് ചെയ്ത് തരുമോ, ഡ്രസ്സ് എടുത്ത് തരുമോ, അങ്ങനെ ചോദിച്ച് നടക്കണം. ആദ്യം തന്നെ കുറച്ച് പൈസക്കാരനെ കെട്ടിക്കണമെങ്കിൽ ഈ ഒരു ഗതിയില്ല എനിക്ക്. ഈ ഒരു ചെറ്റക്കുടിൽക്ക് ഈ ഒരു ഓട്ടോറിക്ഷക്കാരനല്ലേ കെട്ടിപ്പോകുന്നത്. പിന്നെ അത്രയൊക്കെ തന്നെ നന്നാവുള്ളൂ ജീവിതം. പറഞ്ഞിട്ട് കാര്യമില്ല. 2 മക്കളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്നെ ഇട്ടെറിഞ്ഞ് ഇവിടെ നിന്ന് പോയിനും, ഇവിടെ നിൽക്കൂലേനും. എന്നാൽ അത് പറയുമ്പോൾ ജമീല താത്താക്ക് നല്ല സങ്കടമാണ്. കാരണം മക്കളില്ല ഞാൻ മതിയായിരുന്നു. ആ ഒരു വാക്ക് 1, 2 പെട്ടെന്നല്ല അവള് പറഞ്ഞത്. പഠിച്ചോനെ നല്ല സ്വീകരിച്ചാൽ ഉള്ള മക്കളെ കൊണ്ടാകാൻ ഓനൊരു പണിയില്ലല്ലോ. അല്ലാ റബ്ബേ, നീ പുറത്തു കൊടുക്കല്ല. അറിവില്ലായ്മ കൊണ്ട് പറയാണ്. ജമീല താത്താക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. പഠിച്ചോനെ അല്ലാ, നീ കാത്തുരക്ഷിക്ക്. എന്നാൽ പെട്ടെന്ന് തന്നെ ഷെറീന, അതെ ഞാൻ ഇവിടെ നിൽക്കാൻ വന്നോന്നല്ല, എനിക്ക് പഠിക്കാനും ഇതിനൊക്കെ പോകാണ്ട്. ഞാൻ ഇവിടെ നിൽക്കൂല്ല. നിങ്ങളെന്തായാലും കുട്ടികളെ നോക്കിക്കോളി. പക്ഷേ എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമാണ്. അതിനെന്തെങ്കിലും കിട്ടുക വിചാരിച്ചെന്ന് വന്ന് നോക്കിയപ്പോൾ അവിടെ ആളുമില്ല. നിങ്ങളെ മോൻ്റെ അടുത്ത് എന്തായാലും ഉണങ്ങിയ കുറച്ച് പൈസ ഉണ്ടാവും. അതും കുറച്ച് ചില്ലാനം. അത് ഓട്ടോ എപ്പോഴെങ്കിലും ഓടി കിട്ടിയില്ലേ. റേഷനരി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പട്ടിണില്ലാതെ അവിടെ ജീവിച്ച് പോണ്. അല്ലാതെ നിങ്ങളെ മോൻക്കൊന്ന് ഗൾഫിക്ക് പോകാനുള്ളൊരു ചിന്തയെ ആ കാര്യമൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഇത് ഉന്തി നടന്ന എന്ത് കിട്ടാനാ? ശരിക്കും അത് റഷീദിനെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഷെറീന. തൻ്റെ മകനെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചും അവളിങ്ങനെ മോശമായി സംസാരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ജമീലത്താത്താക്ക് വിഷമമുണ്ടാവാറുണ്ട്. പഠിച്ചോനെ അല്ലാ, ഒക്കെ നീ കാണുന്നുണ്ടല്ലോ, നീ കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇതിനൊന്നും റാഹിലൊന്നും മിണ്ടിയില്ല. എടി, എൻ്റെ പോലെ തന്നെയല്ലേ എൻ്റെ അനിയത്തി. എന്തെങ്കിലും ഉള്ളൊരു വാക്കിങ്ങനെ പറയണ്ടോ? അനിയത്തിനെ കുറിച്ച് എനിക്ക് പറയുന്നേ വേണ്ട. ഓൾ പറയില്ല, പക്ഷെ ഓൾ ചെയ്യും. എന്ത് ചെയ്യുന്നേ? അതെ, ഓൾക്ക് പറയാനും മിണ്ടാനും പറയാനും ചീത്തറാനൊന്നും വല്ലാതെ അറിയില്ലേക്കാരം. പക്ഷേ ഓളെല്ലതും പ്രവർത്തിക്കും. മിണ്ടാപ്പൂച്ച കലമുടക്കുന്നു. ഉമ്മ അങ്ങക്ക് അറിയില്ലേ? അതാണ് ഓള് സാധനം. ശരിക്കും റാഹിലയെ അങ്ങനെ പറഞ്ഞപ്പോൾ റാഹിലക്ക് വല്ലാത്ത വിഷമായി. താത്ത, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? നിങ്ങളെയും കൂടി സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ. പെണ്ണെ മുണ്ടിപ്പോവല്ലേ, വേണ്ടാത്തൊന്നും പറയണ്ട. എന്നാൽ റാഹില സങ്കടപ്പെട്ടു. ഷെറീൻ ആ നിമിഷം തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ഞാൻ ഇവിടെ നിൽക്കണില്ലോ, ഞാൻ പോവാണ്. കുറച്ച് പൈസ ഉണ്ടാക്കാൻ ഞാൻ പറ്റൂല. എനിക്കെൻ്റെ മനസ്സിൽ കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഷെറീൻ അതാ ആരോടും മിണ്ടാതെ തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ റാഹിലയും പിന്നാലെ നടന്നു. അല്ല, എടുക്കാം എൻ്റെ പിന്നാലെ. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ ഇവിടെ പൊന്നെടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഈ അതെനിക്ക് എടുത്തു തന്നു. അന്ന് നമ്മൾ കുറച്ചൊക്കെ ഉഷാറായാണ്ട് കഴിഞ്ഞു. പിന്നെ എന്നിട്ട് കുടുങ്ങിയെങ്കിലും. എന്നാൽ ഇപ്പം അത്രയും ആ ചെമ്പ് പാത്രം അതിലുണ്ടായിട്ട് എനിക്ക് എന്തായാലും കൂട്ടാകൂലെന്ന് പറയണത്. രണ്ടാളുണ്ടെങ്കിലും സംഭവം നടക്കുള്ളൂ. ഒരാളുണ്ടെങ്കിലും ഒന്നും നടക്കാൻ പോണില്ല. താത്ത, ഇനി എന്നെ കിട്ടൂല. അതിനൊന്നും ഞാൻ അധ്വാനിച്ചിട്ടാണെങ്കിലും അതെ അങ്ങനെ ഞാൻ ജീവിച്ചോളാം. അല്ലാതൊരിക്കലും കട്ട് തിന്നിട്ടും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. റാഹിലക്ക് ശരിക്കും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവൾ നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടോ എന്തോ അറിയില്ല. നല്ല മാറ്റം എന്തൊക്കെ തന്നെയല്ലോ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ നിന്ന് അതാ ഷമ്മാസ് വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കി. പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. അടുക്കള ഭാഗത്ത് 2 പേര്. അടുക്കള ഭാഗത്തെ ക്യാമറ അത്ര ആ ഭാഗത്ത് ക്ലിയറായി വെച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു മൂല ചെറുതായിട്ട് കാണുന്നുണ്ട്. 2 സ്ത്രീകൾ അങ്ങോട്ട് പോണ് കണ്ടു. പിന്നെ ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക തോന്നുന്നുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ ചെറിയ പെണ്ണ് കുറച്ച് മുന്നിലായിട്ട് വേഗം പോകുന്നു. എന്നാൽ കുറച്ച് പിന്നിലായിട്ട് ശരിക്കും ഒന്നുകൂടെ നോക്കിയപ്പോൾ എവിടെയോ കണ്ട പരിചയം. ശരിക്കും ഷമ്മാസിൻ്റെ ഹൃദയമിടിപ്പ് തുടങ്ങി. അല്ലാ പഠിച്ചോനെ, എന്ത് ഇത്? അവർ വീണ്ടോ? അതെ, ഉമ്മ അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊന്നും. പഠിച്ചോനെ, എന്തൊക്കെ സംഭവിക്കാവോ റബ്ബേ.
എന്നാൽ അവൻ നോക്കി നിന്നു ആ ഒരു ക്യാമറ 1, 2 എല്ലാം നോക്കിയപ്പോൾ പിന്നീട് അവർ അവിടെ ചുറ്റിപ്പറ്റിന്ന് തിരിച്ചു പോകുന്നതാണ് കണ്ടത്. ആദ്യം ഒരുത്തി പോയി, പിന്നെ മറ്റേ ആളും. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. അതെ, റായിലെയും ഷെറീനയും അന്ന് നുസൈബയുടെ പ്രസവത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞ ആ 2 സ്ത്രീകൾ, എൻ്റെ ഉമ്മയുടെ സ്വർണങ്ങൾ മോഷ്ടിച്ചു പോയ ഉമ്മ ഉംറക്ക് പോയ സമയത്ത്. റബ്ബേ, എനിക്ക് ആലോചിക്കാൻ വയ്യല്ലോ. ഷമ്മാസിന് വല്ലാത്ത ടെൻഷനായി. നേരെ ഉമ്മയുടെ അടുത്ത് വന്നിരുന്നു. ഉമ്മയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. അതെ, കുഞ്ഞിനെ ഉമ്മ അങ്ങ് കയ്യിലിട്ട് ആട്ടി ഉറക്കിയിട്ടുണ്ട്. നുസൈബ മോൾക്ക് പാൽ കൊടുക്കുകയാണ്. എല്ലാവർക്കും നോമ്പ് തന്നെയാണ്. ഉമ്മ, എന്താ മോനെ, നമുക്ക് ഇന്ന് ഇവൻ്റെ തലൻ്റെ ടെസ്റ്റും കഴിഞ്ഞാണ്ട് പോവാം, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തെൻ്റെ കുട്ടി വല്ലാതെ വേർക്കണേ. ഉമ്മ, ഷമ്മാസിന് പേടിയായിരുന്നു. കാരണം അന്ന് ഉമ്മയുടെ ഒരുപാട് സ്വത്തുകൾ കൊണ്ടുപോയി ആ 2 ടീം അതാ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. ഇപ്പോൾ അവിടെ കാണുന്നില്ല, ഇപ്പം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ റബ്ബ്, ഏത് സമയം എന്ത് സംഭവിക്കാം എന്നുള്ള ഭയം കൊണ്ട് ഉമ്മയോട് ചോദിച്ചു, അല്ലുമ്മ, ആ റായിലെയും ഷെറീനയും അങ്ങോട്ടെങ്ങാനും വരുന്നിട്ട് പറഞ്ഞിരുന്നു. മോനെ, നനച്ചുള്ളിപ്പണിക്കേ ഓല ഞാൻ വിളിച്ചിക്കണ്. ഇനിയിപ്പോൾ ദിവസമില്ലല്ലോ, ഞാൻ വിളിച്ചുകാണ്ട് പറഞ്ഞു ഓല വിളിക്കാന്നല്ല, ഓല് പറഞ്ഞു ഞാൻ വേറെ ആളെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിരിക്കണ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഓല് വരാമെന്നും പറഞ്ഞിരിക്കണ്. എന്നാലും അങ്ങനത്തെ 1-2 കുട്ടികളെ കിട്ടിയാലും വലിയ കാര്യം തന്നെയാണല്ലോ. എൻ്റെ ഉമ്മ, നനച്ചുള്ളിപ്പണിക്കൊക്കെ ഇപ്പം അതിനുള്ള എത്ര ടീമുണ്ട്. അത് ഒരു 10-25,000 രൂപ കൊടുത്താൽ ഓല് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് തരും. എൻ്റെ പൊന്നാര മോനെ, അതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൽക്കതൊരു ഉപകാരമാവൂലേ. നമ്മളിപ്പോൾ എന്താ ഉമ്മ പാവപ്പെട്ടവരെന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല, ഇത് നല്ല ടീമാണ്. എല്ലാം ഫുള്ള് വീടിൻ്റെ മുകളിലും വീടിൻ്റെ ഓടും അതുപോലെ വാർപ്പിൻ്റെ മുകളിലും ഫാനും എല്ലാ ഗുഹകളും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും ഉമ്മ. മണിക്കൂർ കണക്കിനാണെങ്കിൽ 7,000 രൂപ അങ്ങനത്തെ ഒരു കണക്കൊക്കെ ഉണ്ട്. ഇത് 25,000 രൂപ കൊടുത്താൽ തന്നെ നല്ല ക്ലിയർ ആക്കി തരും. അവർ 5-6 പേരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയൊക്കെ പോരെ എൻ്റെ പൊന്നാര മോനെ, അതിനൊക്കെ ഇനി ഇപ്പം ചിന്തിക്കണ്ട. നമുക്കിനി ഇപ്പം ഏതായാലും അടുത്ത കൊല്ലം നമുക്കതൊക്കെ നോക്കാം. ഇൻഷാ അല്ലാ. ഇപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും വിളിച്ചു കണ്ട് 1-2 ആൾക്കാർ ഓലറ്റ വിളിച്ചൊന്നും ചെയ്ത് പോയിക്കോട്ടെ. എൻ്റെ ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെയൊന്നും സ്ത്രീകളാണെങ്കിൽ കൂടി നമ്മൾ കൂടുതൽ വിശ്വസിച്ച് അവരൊന്നും അടുപ്പിക്കാൻ പാടില്ല. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണത്? അതൊന്നും പറയാൻ പാടില്ല. ഒരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എൻ്റെ ഉമ്മ, ഞാനൊരിക്കൽ പോലും അങ്ങനെ. എന്താ എനിക്ക് ഇത്ര വലിയ ബേജാറും പേടിയും? അതെ, ഉമ്മയോട് ഇതുവരെ പറയാത്തൊരു രഹസ്യം, വലിയൊരു രഹസ്യമുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഉമ്മ, അന്ന് ഉമ്മാക്ക് ഇഷ്ടമില്ലായിരുന്നു ആരെയും അവിടെ നിർത്തുന്നത്. അന്ന് നുസൈബ് അവളുടെ വീട്ടിൽ നിന്ന് നിൽക്കട്ടെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ പണിയാണ്. അതെ, അന്ന് നുസൈബാക്കും എനിക്കും വേർപിരിഞ്ഞ് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണി ഞങ്ങൾ ചെയ്തു. അതിനേക്കാൾ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ച് ടെൻഷനായും ചെയ്തു. എന്തൊക്കെ തന്നെ റബ്ബേ, ആ സെമീർത്ത അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രം ആ സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടി. റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഷമ്മാസ് ഓരോന്ന് വിചാരിച്ചു, എന്തെൻ്റെ കുട്ടിക്ക് അവർ വന്ന് എടുത്ത് പോയിക്കോട്ടെ, നമ്മളിപ്പോൾ അവിടെ ഇല്ല. ഇനിയിപ്പോൾ ഓൽക്കൊന്ന് വിളിച്ച് പറയണം. നമുക്ക് ചാവി ഒന്ന് അവിടെ വെച്ചേക്കണം, ഒന്നും എടുത്തും ചെയ്തിക്കണം. ആ ചാവി ഏറ്റ് ഒരു തുറന്ന പണി എടുത്തോട്ടെ. ഉമ്മ, അത് വേണ്ട. അതിനെന്താടാ, ഷെറീനാണെന്ന് വിളിച്ചാൽ മതിയല്ലോ, അവളെ നമ്പർ ഉണ്ടാവുമല്ലോ, ഒന്ന് വിളിച്ചു കാണില്ല, ഞാൻ വിളിച്ചു കാണ്ടൊന്ന്. ഇപ്പം നമ്മൾ ഏതായാലും ആശുപത്രിയല്ല, ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടാണ് ചെല്ലുമ്പോൾ ഇതിന് വീടൊന്ന് വൃത്തിയായും ചെയ്തോട്ടെ, അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ ബേജാറില്ലല്ലോ. മറ്റേത് എന്തൊക്കെ തന്നെ വൃത്തിയാക്കിയാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ എന്ന് വെച്ചാലേ, എന്നാൽ പിന്നെ ഞമ്മക്കത് നിൽക്കണ്ട. ഇനിയിപ്പോൾ വൃത്തിയാക്കണായിട്ട് നമ്മളെ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിലും തന്നെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് ഒരു പൊടിയും ഇതൊക്കെ ആയിട്ട് അലർജിയും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഓലെ വിളിച്ചൊന്ന് പറയട്ടെ. ഉമ്മ അതാ ഫോൺ എടുത്തിട്ട് അതാ നമ്പർ തപ്പി തരുകയാണ്. ജമീലാനെ വിളിച്ച് പറഞ്ഞാലും മതി. ജമീലാനോട് പറഞ്ഞാളും ഓള് മരുവളോട് പറഞ്ഞോളും. ഒരു നിമിഷം. ഉമ്മ എന്താടാ? ഉമ്മ, അതിപ്പോൾ വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്താ എനിക്ക് ഇത്ര ബേജാറ്? ഒന്നും ഉണ്ടായിട്ടില്ല, തൽക്കാലം ഇപ്പം അവരെ വിളിക്കണ്ട. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഷമ്മാസ് ഫോണ് വാങ്ങി. അതിൻ്റെ റബ്ബ, എന്താ കുട്ടി, അതല്ല നല്ലത്. നമുക്ക് അറിയണ പരിചയക്കാരായ പേടിച്ചല്ല. ഇനി പറയാത്ത പോലൊക്കെ എവിടുന്നേം കൊണ്ട് അതാണ് ബേജാറ്. ഇത് പറയണ പോലായപ്പോൾ എന്ത് പേടിയുള്ളത്? ഉമ്മ, അറിയുന്നവരെയാണ് ഭയക്കേണ്ടത്. അത് കേട്ടപ്പോൾ ഐഷുമ്മ പറഞ്ഞു, എന്ത് അറിയണവരെ ഭയക്കുക? എന്തിനെ?
ഉമ്മ അറിയുന്നവരാണ് നമുക്ക് ചതി മുഴുവനും ചെയ്യുന്നത്. എല്ലാ ചതിയും ചെയ്യുന്നത് അറിയുന്നവരാണ്. എൻ്റെ പൊന്നുമോനെ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഓരോരുത്തരെ കൊണ്ട്. നല്ല കുട്ടികളാണല്ലോ, ഓല ഒന്ന് വന്നിട്ട് എനിക്ക് എന്തൊക്കെയൊക്കെ ചെയ്ത് തന്നേനു. ഇനിയിപ്പോൾ ഓല് ആരുമില്ലെങ്കിൽ ഓല് വരാമെന്ന് പറഞ്ഞും ചെയ്തിക്കണ്. തൽക്കാലം അത് വേണ്ടുമ്മ. ശരിക്കും ഐഷുമ്മക്ക് അതൊരു ടെൻഷനായി. ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കലില്ല, വേദനിപ്പിക്കലില്ല. പക്ഷേ ചില തീരുമാനങ്ങൾ ഷമ്മാസിനെടുത്തേ മതിയാവും. അല്ല എങ്കിൽ വീട്ടിലെ സ്വർണം, വീട്ടിലെ ക്യാഷ്, വീട്ടിലെ വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഒന്നും തന്നെ അവിടെ കാണാണ്ടാവില്ല. അതെല്ലാം വിറ്റ് ക്യാഷാക്കും. അതെ, ഷെറീന. എന്നാൽ ഈ സമയം അതാ അവർ കുഞ്ഞിനെ തലയുടെ ഡോക്ടറെ കാണിക്കാൻ പോയതാണ്. അത് ആദ്യം സ്കാൻ ചെയ്യണം. അങ്ങനെ അതാ അവർ സ്കാനിങ്ങിന് വേണ്ടി പോകുന്നു. മോളെ നുസിയെ, മോൾ ഇവിടെ നിന്നാട്ടോ. ഉമ്മ, അതിനെന്താ, ഞാനും വരാം. അല്ല, കുട്ടിനെ കൊണ്ട് എടുങ്ങാറാവൂലേ? ഇല്ലമ്മ, ഞാൻ വന്നോളാം. പിന്നെ നവാസിനെ കുഞ്ഞിനെ പിടിക്കാൻ ഞാനും ഓനൊക്കെ ഉണ്ട്. അങ്ങനെ അത് അവർ 3 പേരും കൂടി തലയുടെ സ്കാനിങ് എടുക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവർ അക്ഷമയോടെ കാത്തിരുന്നു. പാവം, എത്ര ചെറിയ കുട്ടിയാണ്, എത്ര ടെസ്റ്റുകളും കാര്യങ്ങളും റബ്ബെ നടത്തുന്നതിൻ്റെ കുട്ടിക്ക്. ഐഷുമ്മ സങ്കടപ്പെട്ടു. അങ്ങനെ അതാ തലയുടെ സ്കാനിങ് എടുക്കുവാൻ വേണ്ടി ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. ഞങ്ങൾ വേണ്ട ആരും വരണ്ട, എല്ലാവരും പുറത്തു നിന്നാൽ മതി. ഐഷുമ്മയുടെ മനസ്സ് വല്ലാതെ അങ്ങ് പേടിച്ച്. റബ്ബേ, പാവ പിഞ്ചു പൈതലേ. എന്നാൽ അല്പസമയത്തിന് ശേഷം തന്നെ അതാ സ്കാനിങ് എടുത്ത് കുട്ടിയെ തിരിച്ചു നൽകി. അതെ, പിന്നുണ്ടല്ലോ, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാ, ഇനി എന്താ ഷാമോനെ വേണ്ടിയത്? ഉമ്മ, നമുക്കിപ്പോൾ റൂമിലേക്ക് പോവാന്ന് വെച്ചാൽ കുറച്ച് ലോങ്ങ് പോവാനുണ്ട്. തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കേ മോനെ. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതാ ഞാൻ പറഞ്ഞ നുസിനോട് അവിടെ നിൽക്കാനല്ലേ. നിങ്ങൾ പോകണോ? ഇജ്ജ് നോളെ കൊണ്ടുപോയി കൊടുത്താളേ, എന്നിട്ട് കുറച്ച് കണ്ട് വന്നാൽ ഉമ്മാൻ്റെ കുട്ടി. ഹേയ് വേണ്ടുമ്മ, അത് ശരിയാവില്ല. അത് ഉമ്മയെ അവിടെ ഇട്ടിട്ട് പോകാൻ ഷമ്മാസിന് മനസ്സിലായിരുന്നു. തൽക്കാലം ഇവിടെയൊക്കെ നിൽക്കാം. അപ്പോൾ നുസൈബ്, അതിനെന്തമ്മ കുഴപ്പമൊന്നുമില്ല. അതിനെന്താ, ഇവിടെയൊക്കെ നിൽക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പഠിച്ചവനെ, എന്തായിരിക്കും റബ്ബേ റിസൾട്ട്? പഠിച്ചവനെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റഹ്മാനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കഴിച്ചിലായി കിട്ടിയാൽ തന്നെ വലിയൊരു ഉപകാരമായിരുന്നു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഐഷുമ്മ അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം അതാ ഒരു സിസ്റ്റർ വിളിക്കുന്നു. ബേബി സൗദ, ഇതാട്ടോ റിസൾട്ട്, ഡോക്ടർ കാണിച്ചോളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഇതെല്ലാം ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ ഡോക്ടർ പറയൂ കേട്ടോ, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഡോക്ടർ പറയൂ. ഓക്കെ. അത് കേട്ടപ്പോൾ ഐഷുമ്മയുടെ കൈകാലുകൾ അങ്ങ് തളർന്നു. റബ്ബേ, പഠിച്ചവൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവരുതേ അല്ലാ. റബ്ബേ, എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ റിസൾട്ട് അറിഞ്ഞു കിട്ടിയാൽ, അതെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ അവർ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇനി എന്താവും കുഞ്ഞിൻ്റെ അവസ്ഥ? കുഞ്ഞിൻ്റെ റിസൾട്ടിനെ കുറിച്ച് എന്തായിരിക്കും ഡോക്ടർ പറയുക? എന്തൊക്കെ തന്നെയായാലും നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഈ സമയം ഉമ്മ വിചാരിച്ചു, അല്ലെങ്കിൽ നുസൈബാനെ കയ്യിലാണ്ട് കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ഇത് നല്ല രീതിയിൽ കവറൊക്കെ ചെയ്തിട്ട് തന്നിക്കണേ. നമ്മൾ പൊട്ടിച്ച എന്തേ ഉണ്ടാവോ എന്താവോ. മോളെ നുസിയെ, നേരെ അതാ ഉമ്മ നുസൈബയുടെ അരികിലേക്ക് എത്തുന്നു. മോളെ, റിസൾട്ട് കിട്ടിയിരിക്കണതൊന്ന് നോക്കിക്കാണ് ഇമ്മാൻ്റെ കുട്ടി. ഒരു നിമിഷം നുസൈബ ആ റിസൾട്ട് നിർത്തി നോക്കി. ഇൻഷാ അല്ലാ എന്തായിരിക്കും റിസൾട്ടിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.